ഇപ്പൊ ചന്ദ്രനെ കണ്ടുപിടിച്ചെന്തിന്? ചന്ദ്രന് വെള്ളം തെളിഞ്ഞ ചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രന് വെള്ളം തെളിഞ്ഞ അന്നേരം ഇവിടുന്ന് ഉറച്ചാലും അങ്ങോട്ട് കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ കയറി പോകണം. ഇവിടെ നിന്ന് വെറുതെ നിങ്ങളൊക്കെ വായിരിക്കുന്നതും കേട്ടു. നല്ല കാര്യമാണ്. ഇവിടെ നിന്ന് കുറേ പേരെ കയറ്റി വിടാറുണ്ട്. എന്നെയാണോ തങ്കം ചേട്ടത്തെയാണ് ഉദ്ദേശിച്ചത്? ഭൂമിക്ക് ഭാരമായിട്ടുള്ളവരെ കയറ്റി അങ്ങ് വിടും. പിന്നെ വേണ്ടി വന്നാൽ അതും വിടും. എന്താ 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 അങ്ങനെ എന്നെ കയറ്റി വിട്ടാലേ ഞാൻ നല്ല അന്തസ്സായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കും. അല്ലാതെ നിങ്ങളെ പോലെയുള്ള പ്രാന്തന്മാരുടെ അടുത്തിരുന്ന് ജീവിക്കേണ്ട കാര്യം വരില്ലല്ലോ. ഭർത്താവ് പാമ്പിന്റെ ചെവി തന്നെ ആവശ്യമുള്ളതെല്ലാം പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ കുറെ നാളായില്ലേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാൻ പാടില്ലേ? കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ തരാം. ക്ലീറ്റോ പുറത്തേക്ക് പോവല്ലേ? ആ നീലപ്പെട്ടിയിൽ നോക്കി. നീലപ്പെട്ടിയില് നമ്മുടെ നീലപ്പെട്ടി, പൈസപ്പെട്ടി. പൈസ? അതന്നെ. അതന്നെ. എത്ര എടുക്കട്ടെ ഞാൻ ഇതിന്ന്? അതിനകത്തൊരു വെള്ള സാധനം ഉണ്ട്, അതും എടുത്തോ. കിട്ടിയാ? ഇത് കറണ്ട് ബില്ല് 2100 രൂപ. ഇത് ആരെ വീട്ടിലെ? എന്തോ ആരുടെയാന്ന് പേരെന്തോ നോക്ക്. ആരുടെ വീട്ടിലെന്തെങ്കിലും കണ്ട വീട്ടിൽ ഇവിടെ കൊണ്ടു നോക്കേണ്ട കാര്യം എന്താ? ഇവിടുത്തെ കറണ്ട് ബില്ല എന്തിയേ? ഇതെങ്ങനെ ഇത്രയും ബില്ല് വന്ന്? അതാ പ്രാവശ്യം ഇത്തിരി കൂടുതൽ. എന്താ പറ്റിയെന്നാവോ? ഇത് എന്തോന്നാണിത്? 900 രൂപ 1000 രൂപ നമ്മളിവിടെ അടച്ചോണ്ടിരുന്നത് പരമാവധി. ഇങ്ങനെ 2100 രൂപ ബില്ല് എങ്ങനെ വന്നത്? എനിക്കറിയാൻ പാടില്ല. നിനക്കൊന്നും അറിഞ്ഞൂടാ. നിനക്കൊന്നും അറിഞ്ഞൂടാ. അതെങ്ങനെ 24 മണിക്കൂർ മിക്സിയിലേ അരയ്ക്കുള്ളൂ. അങ്ങനെ മിക്സിയിൽ അരയ്ക്കാതിരിക്കണ എങ്ങനെയാ? നിങ്ങക്ക് ചോറിന് ചാറ് കറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങൂല്ലോ. എടി കമ്മിയിൽ അരക്കണോടി. പിന്നെ അതെന്തൊരു കാണാൻ ഉണ്ടാക്കിയിട്ടെങ്ങനെ? ഈ കല്ലോ ഒരു ചമ്മന്തി അരച്ചെടുക്കുമ്പോഴുള്ള പാട് എനിക്കറിയാം. അതിന്റെ കനം എന്താണെന്നറിയാവോ? പിന്നെ ലോകത്ത് വേറെ ആരും ഇത് ചെയ്യണ്ട, നീ മാത്രമല്ലേ. നിങ്ങൾ ലോകത്തുള്ള എല്ലാവരുടെ വീടുകളിൽ പോയി നടക്കണം. നിങ്ങൾ മിക്സിയിലാണോ കല്ലിലാണോ അരക്കണത്? ഫാനും ലൈറ്റും ഒക്കെ അയ്യോ അങ്ങ് ഇട്ടായിട്ടണം. പിന്നെ ഓഫാക്കലും ഇല്ല മക്കൾ. കേട്ടയുടെ തീർക്ക. പിന്നെ ഫാനും ലൈറ്റും ഇടൂല്ലേ? വീടായ ചൂടല്ലേ? ആവശ്യത്തിന് ഇടണം. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. ആ കൊച്ചാണെങ്കിൽ എപ്പോഴും അതിന്റെ റൂമിൽ ഫാൻ കാണും. അതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിന് ചൂടൊട്ട് സഹിക്കാൻ വയ്യാത്തോണ്ടല്ല കുഞ്ഞോ അത് എപ്പോഴും ഇടുന്നത്. അതിന് പോക്കാം. സംസാരിക്കരുത്. നിനക്കും ബാധകമാണ്. നിന്റെ 24 മണിക്കൂർ ഈ ഫോൺ നോക്കൽ, ഇത് ചാർജ് ചെയ്യലും, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടാ. ഇവിടെ വരണവന് പോകണമെങ്കിൽ എല്ലാവരും കൂടെ ഇത് ഉത്തരവാദിത്തം കാണിച്ചാലേ പറ്റുള്ളൂ. എന്റെ മറ്റേ ഒരു മൊബൈൽ ചാർജ് ഇത്തിരി പോലെ ചാർജ് വന്നത് അതിനാണോ ഇങ്ങനെ? മൊബൈല് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല നിങ്ങളിപ്പോ എന്ത് വർത്താനം പറഞ്ഞത്? ഈ വരണനും പോരണ ഇവിടെ ഉള്ളവരുടെ ഒക്കെ കണക്ക് പറയണ എന്താ? നിങ്ങൾ പിന്നെ പറയാൻ അങ്ങനെ പറയാതിരിക്കും. 900 രൂപ 1000 രൂപ നമ്മൾ പരമാവധി അടച്ചുകൊണ്ടിരുന്നത്. ഒറ്റ അടിക്ക് ഇത് 2100 ആയ അത് അവിടെ പോയി അന്വേഷിക്കാൻ എന്താ പറ്റിയത്? അന്വേഷിക്കണം. എന്തോന്ന് നമ്മളെ വെടുപ്പ് വീട് തന്നെ. പിന്നെ ഇത് ഫ്രിഡ്ജിന്റെ കാര്യം നിങ്ങൾ മിണ്ടരുത്. എന്ത്? ഫ്രിഡ്ജ് എവിടെ നിന്ന് കുപ്പുകുട്ടൻ സാറിന്റെ വീട്ടിൽ അവര് പുറത്തിട്ടേച്ച ഫ്രിഡ്ജിന്റെ ഒന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഒരു പുതിയത് മേടിക്കാൻ പറ്റില്ല. ഇതാകുമ്പോ വെറുതെ കിട്ടണല്ലേ. അത് ഫിറ്റ് ചെയ്യാമെന്ന ചെറുക്കൻ അന്നേ പറഞ്ഞാണ് അതിന്റെ കണ്ടെയ്നർ എന്താണ് കേടാണ്, അത് വെച്ചാ കറണ്ട് തന്നെ അത് കേടാന്ന് പറഞ്ഞത്. അത് കേടാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഓഫ് ചെയ്ത് വെക്കണം. എന്നാലും അതിനായിട്ട് കഷ്ടപ്പെടുത്തല്ലേ. ഇത് വെക്കാനെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്ഥലം കളയേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് പുറത്തെവിടെ കൊണ്ട് വെച്ചാൽ പോലെ ആക്രി കൊടുത്ത് പൈസ മേടിക്കാം. അപ്പൊ ഇത് ബില്ലടക്കാം. ആക്രി